ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. ജയരാജ വിവാദത്തിൽ കലങ്ങി CPM. മുഖ്യമന്ത്രിയുടെ മറുപടിയെ പിന്തുണച്ച നേതാക്കൾ പാർട്ടി ചർച്ചയെയും പിണറായി ജാവദേക്കറെ കണ്ടതും ചർച്ചയാക്കി പ്രതിപക്ഷം. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. പോളിംഗ് കുറഞ്ഞതിലെ ആശങ്ക മാറാതെ LDFും UDFും BJPയും. തൃശൂരിൽ ക്രോസ് വോട്ടിംഗ് സംശയിച്ച് മുരളീധരൻ. CPMന്റെ കള്ളവോട്ട് തടഞ്ഞതാണ് പത്തനംതിട്ടയിൽ വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണമെന്ന് ആന്റോ ആന്റണി. പോളിംഗ് കുറയ്ക്കാൻ ബോധപൂർവ്വ നീക്കമുണ്ടായെന്ന ആരോപണവുമായി UDF. ഏറ്റവും മോശം തെരഞ്ഞെടുപ്പെന്ന് VD സതീശൻ. വൈകിട്ടില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വടകരയിൽ ചർച്ചയാക്കി കാഫിർ വിവാദം. സ്ക്രീൻഷോട്ട് വ്യാജ സൃഷ്ടിയെന്ന് ഷാഫി പറമ്പിൽ. കാഫിർ പ്രചാരണത്തിന് പിന്നിൽ UDF എന്ന് ശൈലജ. ഒടുവിൽ ബില്ലുകളിൽ ഒപ്പിട്ട് ഗവർണർ. ഭൂപതിവ് ഭേദഗതി ഉൾപ്പെടെ മുഴുവൻ ബില്ലുകളിലും ഒപ്പിട്ടു. അനുമതിയായത് രാജ്ഭവന്റെ പരിഗണനയിലുണ്ടായിരുന്ന എല്ലാ ബില്ലുകൾക്കും. സംസ്ഥാനത്ത് ചൂട് കടുക്കുന്നു. പാലക്കാടിനൊപ്പം തൃശൂരും കൊല്ലത്തും ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിലും താപനില ഉയരും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. EP ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച വിവാദം ചർച്ച ചെയ്യാൻ CPM. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിങ്കളാഴ്ച ചേരും. വിഷയം ചർച്ച ചെയ്യുമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ തോമസ് ഐസക്കും K രാധാകൃഷ്ണനും പ്രതികരിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞതാണ് പാർട്ടി നിലപാടെന്ന് MV ജയരാജൻ പറഞ്ഞു. CPIM PB അംഗം കൂടിയായ മുഖ്യമന്ത്രി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ BJP പ്രവേശനം കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്നതും EP-യുമായി ബന്ധപ്പെട്ട പ്രശ്നവും തമ്മിൽ ഒരു താരതമ്യവും അർഹിക്കുന്നില്ല. BJP പ്രവേശനം കോൺഗ്രസിൽ നിന്ന് വ്യാപകമായി ഉണ്ടായി എന്നുള്ള വസ്തുത നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തങ്ങളുടെ BJP പ്രവേശനത്തെ മറച്ചുപിടിക്കാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ വെളിപ്പെടുത്തലും സുധാകരൻ്റെ അതിന്മേലുള്ള കമൻറ്റും തുറന്നുള്ള കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അന്തർധാര BJPയും കോൺഗ്രസും തമ്മിലാണ്. തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ സാധാരണ തെരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗമാണ്. വെള്ളിയാഴ്ചയാണ് CPM സെക്രട്ടറി യോഗങ്ങളെങ്കിലും ഇത്തവണ അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ദിവസത്തിനകം ചേരുകയാണ്. പ്രധാന ചർച്ചാ വിഷയമായി തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് മാറാൻ പോകുന്നത് EP ജയരാജന്റെ ഇന്നലത്തെ വെളിപ്പെടുത്തലാണ്. ശോഭാ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറും പിന്നീട് K സുധാകരനും നടത്തിയ ആരോപണങ്ങളുണ്ട്. അത് സ്ഥിരീകരിച്ചുകൊണ്ട് EP ജയരാജൻ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പ്രകാശ് ജാവദേക്കറെ, കേരളത്തിന് ചുമതലയുള്ള BJPയുടെ പ്രഭാരി പ്രകാശ് ജാവദേക്കർ കണ്ടു എന്ന വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പിൽ പോലും വലിയ തിരിച്ചടി ഉണ്ടാക്കാമെന്നൊരു ആശങ്ക CPM-നുണ്ട്. അത് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞോട് EP ജയരാജൻ ചെയ്ത തെറ്റാണ് തള്ളിപ്പറഞ്ഞോടുകൂടി ആ പ്രശ്നം ഒഴിവായെന്ന് വിലയിരുത്തുമ്പോഴും ഇതിന്റെ തുടർചലനങ്ങൾ ഉണ്ടാകും. EP നേരത്തെ കുറെ മാസങ്ങൾ പാർട്ടിയുമായി പിണങ്ങി നടന്നയാളാണ്. ആ സമയത്താണോ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടന്നത്? 1 വർഷം മുമ്പ് നടന്ന ഒരു വിഷയമായാണ് ഇതിപ്പോൾ മനസ്സിലാകുന്നത്. 1 വർഷം മുമ്പാണ് ജാവദേക്കർ EP ജയരാജനെ കണ്ടത്. ഏതാണ്ട് അതേ സമയത്താണ് EP ജയരാജനും പാർട്ടിയുമായുള്ള ഈ പിണക്കവും ആരംഭിക്കുന്നത്. അതുകൊണ്ട് പ്രകാശ് ജാവദേക്കർ കണ്ടത് എന്ന് മാത്രമല്ല പ്രശ്നമായി CPM കാണുന്നത്. കണ്ട വിവരം പാർട്ടിയിൽ നിന്ന് മറച്ചുവെച്ചു. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസം തന്നെ അത്തരമൊരു കൂടിക്കാഴ്ച നടന്നുവെന്ന് EP സ്ഥിരീകരിച്ചു. ഇതിന് രണ്ടിലുമാണ് കടുത്ത അച്ചടക്ക ലംഘനമുള്ളതായി CPM വിലയിരുത്തുന്നത്. എന്താണ് EP ജയരാജൻ ഉദ്ദേശമെന്ന് നേതാക്കൾ പരസ്പരം ചോദിക്കുന്നുമുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി തന്നെ EP-യെ തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിലും അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടായേക്കാം. EP-ക്ക് നടപടിയെടുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, മുതിർന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ നടപടിയിലേക്ക് ഇപ്പോൾ കടക്കും എന്ന് വ്യക്തമല്ല. പക്ഷേ EP-ക്കെതിരെ രൂക്ഷ വിമർശനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സെക്രട്ടേറിയറ്റ് യോഗത്തിലെ നേതാക്കളുടെ പ്രതികരണം, അതിന് മുഖ്യമന്ത്രി നൽകുന്ന മറുപടി, ഇതിന്റെ അടിസ്ഥാനത്തിലാകും CPM-ൽ EP-യുടെ ഭാവി. EP വിവാദത്തിൽ പ്രതികരണവുമായി തോമസ് ഐസക്. EP ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ച പാർട്ടി ചർച്ച ചെയ്യുമെന്ന് തോമസ് ഐസക് പറഞ്ഞു. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറം മറ്റൊന്നും പറയാനില്ല. തന്റെ അഭിപ്രായം പാർട്ടി ഘടകത്തിൽ പറയും. വോട്ടിംഗ് ശതമാനത്തിൽ പത്തനംതിട്ട കണ്ടത് റെക്കോർഡ് തകർച്ചയാണ്. LDFന്റെ വോട്ടുകൾ പൂർണ്ണമായും ലഭിച്ചുവെന്നും തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്നും ഐസക് പറഞ്ഞു. അതിന് മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. അപ്പുറത്തേക്ക് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അത് പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യട്ടെ.
ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞെടുത്താണ് നിൽക്കുന്നത്. ചർച്ച കൂടിക്കാഴ്ച ശരിയായിരുന്നു തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞല്ലോ. നമ്മളെ വളരെ നിഷ്കളങ്കമായിട്ട് ആരെങ്കിലുമായിട്ട് കൂടിക്കാഴ്ചക്ക് പോകാൻ പാടില്ല. ഈ പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയല്ലേ സ്വാഭാവികമായിട്ട്? നിശ്ചയമായിട്ടും അദ്ദേഹത്തിന് പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യപ്പെടുമല്ലോ ഇത്ര വിവാദമായിട്ടുള്ള കാര്യം. അപ്പം അത് സംബന്ധിച്ച് ഒരു നിലപാട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞങ്ങളെല്ലാം നിൽക്കുന്നു. ബാക്കി ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ഘടകത്തിൽ പറയും. തെരഞ്ഞെടുപ്പിൽ EP വിവാദം തിരിച്ചടിയാകില്ലെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. EP BJPയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. വിഷയം പാർട്ടി ചർച്ച ചെയ്യും. ആലത്തൂർ മണ്ഡലത്തിൽ വിജയപ്രതീക്ഷയുണ്ടെന്നും LDF വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തുവെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. അതിൻ്റെ വിശദമായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് പോയിട്ടില്ല. അത് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ഈ തെരഞ്ഞെടുപ്പിന് അത് വലിയ ദോഷമായിട്ട് വന്നിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമീണ മേഖലയിൽ നിന്നും അത് ചർച്ചയായിട്ടില്ല. പട്ടണ പ്രദേശങ്ങളിലെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുക. കാരണം എല്ലാവരും പോളിംഗ് ബൂത്തിലായിരുന്നു, മുഴുവൻ ആളുകളും ശ്രദ്ധ പോളിംഗ് ബൂത്തിലായിരുന്നു. അതുകൊണ്ട് അത്ര കാര്യമായിട്ട് അത്ര എഫക്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. അതൊക്കെ ഇങ്ങനെ ആരോപണമല്ലേ, അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. EP പോലൊരാള് പിന്നെ BJPയിലേക്ക് പോവും എന്ന് ഒരു പ്രചരണം അത് വിശ്വസിക്കാവുന്ന ഒരു സ്ഥിതിയല്ല അവിടെ. EP ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ മറുപടി മുഖ്യമന്ത്രി തന്നു കഴിഞ്ഞുവെന്ന് മന്ത്രി എം.ബി. രാജേഷ്. കൂടിക്കാഴ്ച വാർത്തയ്ക്ക് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയെന്ന് എം.ബി. രാജേഷ് പറഞ്ഞു. അതെല്ലാം എങ്ങനെ വന്നതാണ് എന്നുള്ളത് നമുക്ക് കണ്ടാലറിയാമല്ലോ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടന്നിട്ടൊരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടല്ലേ ഈ പോളിംഗിൻ്റെ തലേ ദിവസം ഇങ്ങനൊരു സാധനം വരുന്നത്. അതിനുള്ള മറുപടി കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്തിന് ജാവദേക്കറെ കണ്ടുവെന്ന് പറയണമെന്ന് കെ സുധാകരൻ. ജാവദേക്കറുമായി മുഖ്യമന്ത്രിക്ക് നേരത്തെ ബന്ധമുണ്ടെന്നും സുധാകരൻ ആരോപിച്ചു. ജാവേദ്കർ പോലുള്ള ഒരു BJPയുടെ നേതാവും മുഖ്യമന്ത്രിയും ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ അറിയില്ലേ? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഈ കേരളത്തിൽ ജനങ്ങൾ അറിയണ്ടേ? അവരാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് അറിഞ്ഞില്ല? അത്രയും രഹസ്യമായിട്ടാണ് അദ്ദേഹം നടത്തിയ പരിപാടിയെങ്കിൽ ആ പരിപാടിയുടെ അജണ്ട എന്താണ്? ഇതൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം പറയണ്ടേ? അതുകൊണ്ട് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ജാവേദ്കറുമായി മുഖ്യമന്ത്രിക്ക് നേരത്തെ ബന്ധമുണ്ട് എന്നാണ്. അത് ഇന്നാൾ സന്ദർഭത്തിൽ സമ്മതിക്കേണ്ടി വന്നു. ജയരാജനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജയരാജൻ ജാവേദ്കറെ കണ്ടു എന്നുള്ളത് സമ്മതിച്ചു. അദ്ദേഹം തുറന്നു പറഞ്ഞു, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി അത് പറയണം സത്യം. ഇതൊക്കെ ഒരു അന്തർധാരയാണ് രാഷ്ട്രീയത്തിൽ. സ്വന്തം മകളുടെയും കുടുംബത്തിന്റെയും താല്പര്യം സംരക്ഷിക്കാൻ BJPയുടെ സഹായം അനിവാര്യമാണെന്ന അറിവ് മുഖ്യമന്ത്രിക്കുണ്ട്. അതുകൊണ്ടാണ് എന്ത് നാണം കെട്ടും മുഖ്യമന്ത്രി ഈ പരിപാടിക്കൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ നിൽക്കൂല ഒരു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി അറിയാതെ EP ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കാണില്ലെന്ന് KC വേണുഗോപാൽ. കൂടിക്കാഴ്ചയിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞത് കൃത്യമായ ഡീലാണ്. ജയരാജൻ ബലിയാടായെന്നും ജയരാജനിൽ മാത്രം ഒതുങ്ങുന്നതാണോ BJP ബാന്ധവമെന്നും KC ചോദിച്ചു. കരുവന്നൂരിൽ നടപടി ഗ്യാരണ്ടി എന്ന് മോദി പറഞ്ഞെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും വേണുഗോപാൽ കുറ്റപ്പെടുത്തി. കേരളത്തിലെ മുഖ്യമന്ത്രി അറിയാതെ ജയരാജനെ പ്രകാശ് ജാവദേക്കറെ കാണാൻ പറ്റില്ല. മുഖ്യമന്ത്രി അത് ഇന്നലെ പറയുകയും ചെയ്തു. ഞാനും അദ്ദേഹത്തെ കാണാറുണ്ട്, ഇടക്കിടക്ക് കാണാറുണ്ട്. അതിലൊരു തെറ്റുമില്ല. ജാവേദ്കർ ജയരാജന്റെ വീട്ടിൽ പോയി കാണുന്നതിനും ഒരു തെറ്റുമില്ല. ഇന്നിപ്പം കാണുന്നത് തെറ്റാണ്. ഇന്ന് പുതിയ കണ്ടുപിടുത്തം അവർ നടത്തിയിരിക്കുന്നു. അത് ഗുരുതരമായ തെറ്റാണ് ജയരാജൻ കണ്ടത്. ജയരാജൻ കണ്ട തെറ്റാണെങ്കിൽ മുഖ്യമന്ത്രി കണ്ടതും തെറ്റെന്നല്ലേ? ജയരാജന് നടപടിയെടുക്കണം, പാർട്ടി എടുക്കട്ടെ. പക്ഷെ ജയരാജനിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഈ BJP ബാന്ധവം CPMന്റെ? പ്രകാശ് ജാവദേക്കറും EP ജയരാജനും തമ്മിൽ എന്താണ് ഡീൽ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയെ തള്ളിപ്പറഞ്ഞില്ല. എന്നിട്ട് നന്ദകുമാറുമായുള്ള ബന്ധത്തിന് EPയെ കുറ്റപ്പെടുത്തുന്നു. EP ജയരാജൻ മുഖ്യമന്ത്രിയുടെ മെസഞ്ചറാണോ? നടന്നത് ഇലക്ഷൻ ഡീലാണ്. മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുന്നു, എന്നിട്ട് കൂട്ടുപ്രതിയെ ഒറ്റിക്കൊടുക്കുന്നുവെന്നും സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് പ്രകാശ് ജാവദേക്കറെ EP ജയരാജൻ കണ്ടിരിക്കുന്നത്. ആ ഒറ്റ കാരണം കൊണ്ടാണ് പ്രകാശ് ജാവദേക്കറെ EP ജയരാജൻ കണ്ടതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ന്യായീകരിച്ചു. അല്ലെങ്കിൽ അതിലും തള്ളിപ്പറയുമായിരുന്നു. അതിൽ തള്ളിപ്പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? എന്തിനാ മുഖ്യമന്ത്രിയോടുള്ള ഞങ്ങളുടെ ചോദ്യം അതാണ്, എന്തിനാണ് EP ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടത്? അയാൾ ആരാണ്? കേന്ദ്രമന്ത്രിയൊന്നും അല്ലല്ലോ. എന്തിനാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നത്?
ഇതിലേ പോയി കാണുമല്ലോ, എൻ്റെ വീട്ടിൽ കയറിയിട്ടില്ലല്ലോ. മുഖ്യമന്ത്രി അറിയാതെ ഇ.പി. ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തില്ലെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതി, കാരണഭൂതന് അറിയാതെ ഒന്നും നടക്കില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി. രാഷ്ട്രീയമായ ചർച്ചയ്ക്കല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കൂടിക്കാഴ്ച? അങ്ങനെ നിസ്സാരമായി അതിനെ കാണാൻ കഴിയുമോ? ഞാൻ ജയരാജനെ കുറ്റപ്പെടുത്തുന്നില്ല. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ജയരാജൻ എപ്പോഴും പ്രവർത്തിക്കാറുള്ളത്. മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ BJP CPM ധാരണ, അന്തർധാര ഉറപ്പിക്കുന്ന കൂടിക്കാഴ്ചകളാണിതെല്ലാം എന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിണറായി അറിഞ്ഞുകൊണ്ടാണ് ഇ.പി. ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി ചർച്ച നടത്തിയതെന്ന് കെ മുരളീധരനും പറഞ്ഞു. പിണറായിയുടെ പ്രസ്താവന ആത്മാർത്ഥമില്ലാത്തതാണെന്നും ലാവലിനും സ്വർണ്ണക്കടത്തും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് പിണറായിക്ക് മറ്റു വഴിയില്ലെന്നും മുരളീധരൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ ഇൻട്രസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരായിട്ട് വന്ന കേസുകളും ഏതാണ്ട് 33 തവണ മാറ്റിവെച്ച ലാവലിനും ഒക്കെ കാരണമായിരിക്കാം. ഏതായാലും ആദ്യം അറിഞ്ഞുകൊണ്ടുള്ള ഡീല് തന്നെയാണ്. അല്ലാതെ വെറുതെ ജയരാജനെ മാത്രം രക്തസാക്ഷിയാക്കേണ്ട കാര്യമില്ല. ഉണ്ടല്ലോ, അവനവൻ തെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഭാരം മുഴുവൻ, പണ്ടുണ്ടല്ലോ ഒരു കൊലക്കുറ്റം ചെയ്തിട്ട് കൂടെയുള്ള വിശ്വസ്തനെ തലയിൽ കുറ്റം ചാർത്തി കൊടുക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, ഇത് അതിൻ്റെ ഭാഗമാണ്. പ്രകാശ് ജാവദേക്കർ ഇ.പി. കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമും പറഞ്ഞു. തൃശൂരും തിരുവനന്തപുരവുമാണ് ധാരണ. മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞത് ഇ.പിയും ദല്ലാൽ നന്ദകുമാറും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണെന്നും PMA സലാം പറഞ്ഞു. ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, പ്രകാശ് ജാവദേക്കറെ നിരവധി തവണ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പൊതുചടങ്ങിലാണ്. പക്ഷെ കേരളത്തിൽ കഴിഞ്ഞ 5-6 മാസക്കാലത്തിനിടയ്ക്ക് മന്ത്രിയല്ലാത്ത, കേന്ദ്രത്തിലെ പ്രോട്ടോക്കോളൊന്നും ഇല്ലാത്ത പ്രകാശ് ജാവദേക്കറെ എവിടെ വെച്ചാണ് മുഖ്യമന്ത്രി കണ്ടത്? ഏത് പൊതുചടങ്ങിൽ വെച്ചാണ് അടുത്ത കാലത്ത് അവർ ഒരുമിച്ചിരുന്നത്? കേരളത്തിലെ പത്രക്കാർക്ക് അറിയാലോ. നിരവധി തവണ കണ്ടിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുകയാണ്. അതിനർത്ഥം ഇ.പി. ജാവദേക്കറെ കണ്ടത് മുഖ്യമന്ത്രിയുടെ അനുമതിയോടും അറിവോടും കൂടി തന്നെയാണ്. യാതൊരു സംശയമില്ല. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണോ ഇ.പി. ജയരാജൻ ജാവദേക്കറുമായി ചർച്ച നടത്തിയതെന്ന് ശോഭാ സുരേന്ദ്രൻ. കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് എത്തിയവർ ചർച്ച നടത്തിയത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയല്ലല്ലോ എന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. BJPയെ ഒന്നും പാഠം പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വേണുഗോപാലിനെ ഞങ്ങൾ ആരും വലിയ ആളായിട്ട് കാണുന്നില്ല. ദേശീയ തലത്തിൽ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ 10% പോലും കഴിവുണ്ടായിട്ടല്ല വേണുഗോപാൽ എന്ന് പറയുന്ന ഈ കോൺഗ്രസിന്റെ നേതാവ് അവിടെ കയറിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ പ്രസ്ഥാനത്തെ വളർത്താൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടെങ്കിൽ അത് ആവിഷ്കരിക്കാൻ വേണുഗോപാൽ മുന്നോട്ട് വന്നാൽ നന്നായിരിക്കും എന്ന് മാത്രമേ അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ. എന്നോട് മുഖ്യമന്ത്രിക്ക് ഈ കൂടിക്കാഴ്ചകളിലൊന്നും ഒരു ബന്ധവും അല്ല, അത് പറഞ്ഞ ആളല്ലേ തെളിയിക്കേണ്ടത്. ഇടവേള. Join India's number. കൂട്ടിക്കിഴിച്ച് മുന്നണികൾ. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. ആവേശപ്രചരണത്തിനു ശേഷവും സംസ്ഥാനത്തെ പോളിംഗിൽ 5% കുറവ്. 70.16% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 78.08% വോട്ടുകൾ പോൾ ചെയ്ത വടകരയിലാണ് ഉയർന്ന പോളിംഗ്. ഏറ്റവും കുറഞ്ഞ പോളിംഗ് 63.35% രേഖപ്പെടുത്തിയ പത്തനംതിട്ടയിൽ. അതേസമയം CPM തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിച്ചുവെന്ന് ആരോപിച്ച കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വോട്ടർമാരെ പീഡിപ്പിച്ചുവെന്നും UDFന് മേധാവിത്വമുള്ള ബൂത്തുകളിൽ പോളിംഗ് വൈകിപ്പിച്ചുവെന്നുമാണ് ആരോപണം. 3 മണിക്കൂറും 4 മണിക്കൂറും 5 മണിക്കൂറും 6 മണിക്കൂറും സത്യത്തിൽ വോട്ടർമാരെ പീഡിപ്പിച്ച ഒരു ഇലക്ഷനായിരുന്നു ഇന്നലെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മിഷണറി ഉദ്യോഗസ്ഥന്മാർ നടത്തിയത്. ഈ ഡിലേ വന്ന ബൂത്തുകളിൽ 90%ഉം UDFന് മേധാവിത്വമുള്ള ബൂത്തുകളായിരുന്നു. ഇലക്ട്രൽ സിസ്റ്റം കംപ്ലീറ്റ് CPM ഹൈജാക്ക് ചെയ്യായിരുന്നു.
വളരെ മോശമായിട്ടാണ് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ദയനീയമായ പരാജയമായി കേരളത്തിൽ. വോട്ടർ പട്ടിക പോലും നീറ്റായിട്ടുള്ള വോട്ടർ പട്ടിക പോലും കൊടുക്കാൻ പറ്റിയില്ല. ഇത്രയും ടെക്നിക്കൽ നോഹവ് ഉള്ള കാലത്ത്, ഇത്രയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉള്ള കാലത്ത് എന്തുകൊണ്ടാണ് ഒരു വോട്ടർ പട്ടിക, നീറ്റായിട്ടുള്ള ഒരു വോട്ടർ പട്ടിക പോലും കൊടുക്കാൻ? ലോകം മുഴുവൻ BLOമാരുണ്ടല്ലോ, BLOമാർ വെച്ചിട്ടില്ല. BLOമാർ റിപ്പോർട്ട് ചെയ്യണ്ടേ? മരിച്ചവരുടെ പേര് റിമൂവ് ചെയ്യണമെന്ന് റിപ്പോർട്ട് ചെയ്യാത്ത BLOക്കെതിരെ നടപടി എടുക്കണ്ടേ? ഒരാശങ്കയുമില്ല. ഞങ്ങൾ വോട്ടർമാർ അനുഭവിച്ച പ്രയാസങ്ങളും ദുരിതങ്ങളും പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് പൂർണ്ണമായ ശുഭാപ്തി വിശ്വാസമാണ്. 20-ൽ 20 സീറ്റും UDF നേടും, ഒരു സംശയമില്ല. അപ്പൊ ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞു വന്ന CPM-ഉം BJPയും തമ്മിലുള്ള അന്തർധാര എത്രമാത്രം ശരിയാണ് എന്ന് ഇന്നലെ തെളിഞ്ഞ ഒരു കാര്യമാണ്. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവന തെരഞ്ഞെടുപ്പിൽ UDF-ന് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അതേസമയം വോട്ടിംഗ് വൈകിപ്പിച്ചുവെന്ന പ്രതിപക്ഷ ആരോപണം തള്ളി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വോട്ടിംഗ് നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടില്ല, കാലതാമസമുണ്ടായി എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും 95% ബൂത്തുകളിലും 6 മണിക്ക് വോട്ടിംഗ് പൂർത്തിയായി എന്നും സഞ്ജയ് കൌൾ പറഞ്ഞു. ഡിലേ വന്ന് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ചില ബൂത്തുകളിൽ കൂടുതൽ സമയമെടുത്തു. ഇങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ 6 മണി വരെ 95% ബൂത്ത്സ് നോട്ട് ഹാവ് ക്ലോസ്ഡ്. അതുപോലെ 99% ബൈ 7:38 അനദർ പോളിംഗ് പൂർത്തിയായി. ഈ പ്രാവശ്യം ഉദ്യോഗസ്ഥർ കുറച്ച് കൂടുതൽ വിജിലന്റ് ആയിരുന്നു. UDF-ന് 20-ൽ 20 സീറ്റുകളും ലഭിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. മാർക്സിസ്റ്റ് പാർട്ടി എന്തൊക്കെ അടവുകൾ പ്രയോഗിച്ചാലും കേരളത്തിൽ UDF ജയിക്കും. പൊന്നാനിയിൽ ഇത്ര നല്ല രാഷ്ട്രീയ സാഹചര്യം മുൻപ് ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈസി വാക്ക് ഓവറിൻ്റെ രൂപത്തിലാണ് തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്നത്. ജൂൺ 4-ന് വോട്ടെണ്ണി കഴിയുമ്പോൾ UDF പറയുന്നത് 100% ശരിയാണ് എന്ന് തെളിയിക്കപ്പെടും. ഞങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലാണ് തെരഞ്ഞെടുപ്പ്. അതിൽ ഞങ്ങൾ പറയുന്നു, മാർക്സിസ്റ്റ് പാർട്ടി എന്തൊക്കെ അടവുകൾ പ്രയോഗിച്ചാലും കേരളത്തിലെ 20 സീറ്റിൽ UDF ജയിക്കും. പൊന്നാനിയിലും മലപ്പുറത്തും മുസ്ലിം ലീഗിൻ്റെ UDF-ന്റെ ഭൂരിപക്ഷം വർദ്ധിക്കും. വോട്ടെടുപ്പിന് ശേഷവും വടകരയിൽ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. വടകര തെരഞ്ഞെടുപ്പിൽ വർഗീയ പ്രചാരണത്തിന് ശ്രമിച്ചിട്ടില്ലെന്ന പ്രതികരണവുമായി UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ രംഗത്ത് വന്നു. കാഫിർ എന്ന് വിളിച്ച് വോട്ട് തേടുകയോ മതത്തിന്റെ പിന്തുണ വേണമെന്ന് എങ്ങും ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. സ്ക്രീൻഷോട്ട് വ്യാജ സൃഷ്ടിയാണെന്നും ഷാഫി പറഞ്ഞു. കൃത്യമായി ഞാൻ മാധ്യമങ്ങളുടെ മുമ്പാകെ പരസ്യമായി പറഞ്ഞിട്ടും പിന്നെയും കാഫിർ എന്ന് വിളിച്ചു. അതിൽ ഞാൻ മൗനം പാലിച്ചു. അത് വളരെ സൗമ്യനായി അഭിനയിച്ചു, നിഷ്കളങ്കനായി അഭിനയിച്ചു എന്നൊക്കെ ഒരു പ്രസ് ഒരു ബൈറ്റ് കൊടുക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഒന്നല്ലെങ്കിൽ ഇത് വളരെ ബോധപൂർവം പറഞ്ഞുകൊണ്ടേയിരിക്കാൻ പാർട്ടി തീരുമാനിച്ച് നടപ്പിലാക്കുന്നൊരു കാര്യം, അതല്ലെങ്കിൽ ഇത് ഫേക്കാണെന്ന് പോലും തിരിച്ചറിയാൻ അല്ലെങ്കിൽ തിരിച്ചറിവ് കൊടുക്കാൻ ആളുകൾക്ക് കഴിയും. പക്ഷെ തിരിച്ചറിവ് ഫേക്കാണെന്ന് കൊടുക്കാൻ ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആളുകളുടെ പ്രതികരണം തന്നെ എനിക്ക് മനസ്സിലായി. ഈ പോസ്റ്റ് ഇട്ട് അത് ഡിലീറ്റ് ചെയ്ത ആളുകളെ ഇതെന്ന് തന്നെ എനിക്ക് മനസ്സിലായി. അപ്പം എന്തിനാണ് ഇങ്ങനെ ഇല്ലാ കഥകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാ? UDF സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ വോട്ടിങ്ങിന് വേഗത കുറവുണ്ടായെന്ന ആരോപണവും ഷാഫി ഉന്നയിച്ചു. ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതാണ്. UDF-ന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് സംഭവിച്ചതെന്നുള്ള പരാതി UDF കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഉദ്യോഗസ്ഥ തലത്തിലൊക്കെയുള്ള അട്ടിമറി സാധ്യതകൾ, ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് UDF-ന്റെ ഇലക്ഷൻ കമ്മിറ്റി പരിശോധിച്ച ശേഷം അതിലൊരു ക്ലാരിറ്റി വരുത്തി പറയും. അതേസമയം കാഫർ പ്രചരിപ്പിച്ചത് UDF കേന്ദ്രങ്ങളെന്ന് തോന്നുന്നുവെന്ന് KK ശൈലജ പ്രതികരിച്ചു. മറിച്ചെങ്കിൽ തെളിയിക്കട്ടെ, സൈബർ കേസുകളിൽ അന്വേഷണം നടക്കട്ടെ എന്നും KK ശൈലജ പറഞ്ഞു. എനിക്ക് കിട്ടിയ പേജ്, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. അത് വെച്ചിട്ട് ഇപ്പം മനസ്സിലാവുന്നത് അവരുടെ പ്രവർത്തകരുടെ പേജിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളതെന്ന്. അത് ഫേക്കാണെന്ന് ഷാഫി പറയുന്നത് കേട്ടു. ഫേക്കാണെങ്കിൽ അദ്ദേഹം അത് തെളിയിക്കട്ടെ. ഫേക്കാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് വെച്ചും കണ്ടത് വെച്ചും ഫേക്ക് അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഫേക്കാണോ എന്ന് പരിശോധിച്ചിട്ട് പറയട്ടെ. ഫേക്കാണെങ്കിൽ നമുക്ക് വിരോധമില്ല. ആരോ ഫേക്ക് പേജ് ഉണ്ട്. പക്ഷേ അവരുടെ ഒറിജിനൽ അവരുടെ പ്രവർത്തകരുടെ പേജിൽ നിന്നാണ് പോയിട്ടുള്ളത്. വോട്ടിൻ്റെ തൊട്ടടുത്ത തലേന്നാൾ അങ്ങനെ ഒന്ന് വരുമ്പം
അവരെന്തോ പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്ന തോന്നലാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത്ര പോലും തരം താഴ്ന്നിട്ടൊരു പേജ് വന്നു എന്നുള്ളതൊരു പോസ്റ്റ് വന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി അത് ഫേക്കാണെന്ന് അവർ തെളിയിച്ചാൽ അവർക്ക് രക്ഷപ്പെടാമല്ലോ, അവരങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ. വോട്ടിംഗ് ഇത്ര വൈകാറില്ലെന്ന് കെ ശൈലജയും പറഞ്ഞു. വോട്ടിംഗിലെ വേഗതക്കുറവ് ഉദ്യോഗസ്ഥരെ ചൂണ്ടിക്കാട്ടിയിരുന്നു. LDF വോട്ടുകളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്നും ശൈലജ പ്രതികരിച്ചു. പോളിംഗ് കൂടിയാലും അവിടെ LDF നല്ല വിജയം ഉണ്ടായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഞങ്ങൾ നിരന്തരമായി പ്രചരണം നടത്തി ആളുകളെ മുഴുവൻ കൊണ്ടുവരാറുണ്ട്. മറ്റേ ഭാഗത്ത് അത്ര ചിലപ്പോൾ മുമ്പൊന്നും ഉണ്ടാകാറില്ല. ഇപ്പം പ്രചരണത്തിൻ്റെ കാര്യത്തിൽ ആരും മോശമൊന്നുമല്ല. അതുകൊണ്ട് പോളിംഗ് കുറഞ്ഞതും കൂടിയതും പ്രത്യേക ആർക്കെങ്കിലും അനുകൂലമാകുമെന്ന് അറിയില്ല. പക്ഷേ വടകരയെ സംബന്ധിച്ച് ഞങ്ങളുടെ കേന്ദ്രങ്ങളിൽ മാത്രമല്ല എല്ലായിടത്തും LDFൻ്റെ വോട്ട് നന്നായി പോൾ ചെയ്യിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അത് ചെയ്തിട്ടുണ്ട് മുഴുവൻ. ത്രികോണ പോരാട്ടം നടന്ന തൃശൂരിൽ കള്ളവോട്ട് ക്രോസ് വോട്ട് ആരോപണമാണ് ഉയർന്നത്. LDFും UDFുമാണ് BJPക്കെതിരെ രംഗത്ത് വന്നത്. പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും 3 മുന്നണികളും ഒരുപോലെ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ശത്രുത എന്ന് പറയുന്നത് ശരിയല്ല. എങ്കിൽ എതിർഭാഗം ശക്തമായി ഞങ്ങൾക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയാത്തത് BJP ആണ്. അതുകൊണ്ട് അവരെ 3ാം സ്ഥാനത്തേക്ക് അയക്കണം എന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. പക്ഷേ ഈ ക്രോസ് വോട്ടിംഗ് നടന്നതിൻ്റെ ഫലം എന്താണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയുന്നു, BJP തൃശ്ശൂർ 2ാം സ്ഥാനത്ത് വന്നാൽ ഉത്തരവാദി പിണറായി വിജയനാണ്. അങ്ങനെ ഒരു ഈ ബോർഡുകൾ വെക്കുന്നതിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ട് ഉള്ള പ്രവർത്തനം നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ വോട്ടുകളിൽ ഗണ്യമായി കുറവ് വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണത്തെ ഇലക്ഷൻ്റെ റിസൾട്ടിൽ ഞങ്ങൾ പ്രതീക്ഷയെക്കാളും മെച്ചപ്പെട്ട റിസൾട്ടായിരിക്കും പ്രശ്നം ഉണ്ടാവുക ഭൂരിപക്ഷത്തിൽ. എല്ലാം മണ്ഡലം ലീഡ് ചെയ്യും. നിങ്ങൾ 4ാം തീയതി നോക്കിയോ, 7 മണ്ഡലം ലീഡ് ചെയ്യും. ഞാൻ റിവ്യൂ ഒന്നും നടത്തിയിട്ടില്ല. എൻ്റെ റിവ്യൂ ഞാൻ പ്രചരണത്തിന് നടക്കുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ റിവ്യൂ നടന്നിട്ടുള്ളത്. പാർട്ടി റിവ്യൂ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫുൾ ടെക്സ്റ്റ് വന്നിട്ടില്ല. എങ്കിലും അവർക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇരട്ടിയായി എന്ന് തന്നെയാണ് ഇന്നലെ രാത്രി എൻ്റെ ചാർജ് ഉണ്ടായിരുന്ന വിനോദ്ജി ആയാലും ഉണ്ണികൃഷ്ണൻ മാഷായാലും പിന്നെ ഓരോ മണ്ഡലത്തിൻ്റെയും ചാർജ് ഉണ്ടായിരുന്ന സദാനന്ദൻ മാസ്റ്റർ അടക്കമുള്ള എല്ലാവരും വിളിച്ച് അറിയിച്ചിട്ടുള്ളത്. ക്രോസ് വോട്ടിങ്ങിനെ സംബന്ധിച്ച് ജനങ്ങൾക്കും നല്ല ബോധം 2019 റിസൾട്ടിൽ നിന്ന് ഒരു പഠനം അവർക്കുമുണ്ടായി എന്ന് കരുതിക്കോളൂ. പോളിംഗ് ശതമാനം കുറഞ്ഞത് ആർക്ക് ഗുണമെന്ന് പറയാറായിട്ടില്ലെന്ന് ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി AM ആരിഫ്. ആലപ്പുഴയിൽ LDF ജയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. EP വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. മുഖ്യമന്ത്രി കൃത്യമായ മറുപടി നൽകി. തെരഞ്ഞെടുപ്പിൽ തനിക്കായി പാർട്ടി സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. കായംകുളത്ത് പ്രശ്നമുണ്ടായെങ്കിലും നേരത്തെ തന്നെ പരിഹരിക്കപ്പെട്ടിരുന്നു. കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് സംവിധാനങ്ങൾ ബൂത്തുകളിൽ തയ്യാർ ചെയ്തിട്ടില്ല. അതാണ് പോളിംഗ് കുറയാൻ കാരണമെന്നും ആരിഫ് പറഞ്ഞു. പത്തനംതിട്ടയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ പ്രതികരണവുമായി UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി. CPMന്റെ കള്ളവോട്ട് തടഞ്ഞതാണ് വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണം. EP വിവാദം വന്നതോടെ ആദർശമുള്ള CPMകാർ വോട്ട് ചെയ്തില്ല. NDA സ്ഥാനാർത്ഥിയെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രവർത്തകരും വോട്ട് ചെയ്തിട്ടില്ലെന്ന് ആന്റോ ആന്റണി പ്രതികരിച്ചു. ആന്റോയുടെ പരാമർശങ്ങൾ ബാലിശമെന്ന് പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി. ആന്റോ പരാജയം സമ്മതിച്ചു കഴിഞ്ഞു. ജനങ്ങളിൽ പ്രതീക്ഷയുണ്ട്. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും അനിൽ ആന്റണി പറഞ്ഞു. ഇതൊക്കെയാണ് അദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. ഭൂപതിവ് ഭേദഗതി ഉൾപ്പെടെയുള്ള മുഴുവൻ ബില്ലുകളും ഗവർണർ ഒപ്പിട്ടു. ഡയറി വെൽഫെയർ ഫണ്ട് ബിൽ, അബ്കാരി ഭേദഗതി ബിൽ, സഹകരണ സൊസൈറ്റീസ് ബിൽ, നെൽവയൽ തണ്ണീർത്തട ഭേദഗതി ബിൽ എന്നിവയാണ് ഗവർണർ ഒപ്പിട്ടത്. ഇതോടെ നിയമസഭ പാസാക്കിയ മുഴുവൻ ബില്ലുകളിലും തീരുമാനമെടുത്തു. സംസ്ഥാനത്ത് ഇനിയും ചൂട് ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസത്തേക്ക് 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനാണ് സാധ്യത. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 41 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയും,
കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയും, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ താപനില 38 വരെയും, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ്, പത്തനംതിട്ട ജില്ലകളിൽ 37 ഡിഗ്രി വരെയും, തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്ന താപനില 36 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ഇന്നും നാളെയുമാണ് ഉഷ്ണതരംഗ സാധ്യത ഉള്ളത്. ദേശീയപാതയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 36 പേർക്ക് പരിക്ക്. ചവറ, ഇടപ്പള്ളി, കോട്ടയ്ക്ക് സമീപമാണ് ഓർഡിനറി ബസ്സിന് പിന്നിൽ ഫാസ്റ്റ് പാസഞ്ചർ ഇടിച്ചു കയറിയ അപകടമുണ്ടായത്. രാവിലെ 11:15 അപകടം. 2 ബസ്സുകളും കൊല്ലത്തേക്ക് പോവുകയായിരുന്നു. കൂട്ടിയിടിയിൽ ഓർഡിനറി ബസ് 50 മീറ്ററോളം ദൂരേക്ക് നീങ്ങിയാണ് നിന്നത്. മുഖത്താണ് പലർക്കും പരിക്കേറ്റത്. പരിക്കേറ്റവരെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 5 പേരെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ചവറയിലെ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. സ്വർണം, വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം, വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6650, പവന് 53,200. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5570, പവന് 44,560. വെള്ളി ഗ്രാമിന് 87, കിലോയ്ക്ക് 87,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം, വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിൽ ലൈവ് അറ്റ് 6 പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ അക്ഷയത്ര പിന്നെ